ഡിസംബർ 3 ചൊവ്വാഴ്ച. ലൂക്ക 10:1-16 വരെ വാക്യങ്ങൾ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? യേശുവിൻ്റെ ഈ വാക്കുകൾ തത്വചിന്തയിലെ ഒരു യുവ അധ്യാപകനോട് ആവർത്തിച്ചു. അക്കാദമിക് രംഗത്ത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കരിയർ, വിജയവും അന്തസ്സും ബഹുമാനമുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ആ യുവ അധ്യാപകൻ. ഫ്രാൻസിസ് ഇഗ്നേഷ്യസിനെ പാരീസിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം അഭിമാനിയായ, സ്വേച്ഛാധിപതിയായ, ലോകത്തിൽ മഹത്തായ പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 3 വർഷത്തോളം ഇഗ്നേഷ്യസ് തൻ്റെ ജീവിതത്തെ വ്യത്യസ്തമായി കാണാൻ ഫ്രാൻസിസിനെ ക്ഷമയോടെ പ്രോത്സാഹിപ്പിച്ചു. ഇഗ്നേഷ്യസ് ഫ്രാൻസിസിനോട് ചോദിച്ചു, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ മിഷണറിമാരിൽ ഒരാളായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. ഫ്രാൻസിസ് സേവ്യർ 1537 ഒരു വൈദികനായി. 1541 പോർച്ചുഗലിലെ ജോൺ രാജാവ് ഇഗ്നേഷ്യസ് ലോയോളയോട് ഇന്ത്യയിലെ ദൗത്യങ്ങളിലേക്ക് അയക്കാൻ പുരോഹിതന്മാരെ ആവശ്യപ്പെട്ടു. ഇനി ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണില്ലെന്ന് അറിഞ്ഞിട്ടും ഇഗ്നേഷ്യസ് ഫ്രാൻസിസ് സേവ്യറിനെ ആ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു. ഫ്രാൻസിസ് ഇന്ത്യയിലേക്ക് പോയി 1542 ഗോവയിൽ എത്തി. അടുത്ത 10 വർഷക്കാലം മിഷണറിയായി ഫ്രാൻസിസ് സേവ്യർ ഗോവയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലെ കേപ്പ് കൊമോറിൻ, പിന്നീട് ഈസ്റ്റ് ഇൻഡീസ്, മലാക്ക, മൊളൂക്കാസ് എന്നിവിടങ്ങളിലേക്കും തുടർന്ന് ജപ്പാനിലേക്കും യാത്ര ചെയ്തു. ഒരു മിഷണറിയായി ചൈനയിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുക എന്നത് ഫ്രാൻസിസിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ 1552 കഠിന അധ്വാനവും ഉപവാസവും മൂലം ക്ഷീണിതനായി ചൈനയുടെ തീരത്ത് ഒരു ചെറിയ ദ്വീപിൽ ഒരു കൂട്ടുകാരൻ മാത്രമായിട്ട് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മഹത്തായ ആഗ്രഹം ലോകത്തെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ധ്യാന ഗ്രന്ഥവും ഇഗ്നേഷ്യസിൻ്റെ ഒരു പുസ്തകവുമായിരുന്നു. ഫ്രാൻസിസ് ദരിദ്രരോടും രോഗികളോടും സുവിശേഷം പ്രസംഗിച്ചു. അവരുടെ ആവശ്യങ്ങൾക്കായി തൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചു. രാത്രികൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ഏഷ്യയിലെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിത്തറയായ പല ദേവാലയങ്ങളും അദ്ദേഹം ഉയർത്തി. ലിസിയൂസിലെ സെന്റ് തെരേസയും ഫ്രാൻസിസും മിഷൻ പ്രവർത്തകരുടെ സഹരക്ഷാധികാരികളായി 1925 പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിനായി 72 ശിഷ്യന്മാരെ എല്ലാ പട്ടണങ്ങളിലേക്കും യേശു അയക്കുന്നതായിട്ടാണ്. യേശുനാഥൻ ഇന്ന് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. ഇന്നത്തെ പോലെ അന്നും വിളവ് സമൃദ്ധമാണ്. എന്നത്തെക്കാളും യേശുവിന് കൂടുതൽ വിളവിൽ ജോലി ചെയ്യേണ്ട തൊഴിലാളികളെ ആവശ്യമുണ്ട്. വിളവെടുപ്പ് സമൃദ്ധമാണ്. ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ദൈവത്തെ അറിയില്ല.
അല്ലെങ്കിൽ അറിഞ്ഞാലും അവൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നു. മറ്റുള്ളവർ ദൈവത്തെ അറിയുന്നുണ്ടെങ്കിലും ഇരുട്ടിൽ ജീവിക്കുന്നു. ഇത്തരക്കാരിലേക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചം എത്തിക്കുക എന്നത് ഓരോ വിശ്വാസികളുടെയും കടമയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.